നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വൈദ്യൻ്റെ അടുക്കൽ രോഗി വരുമ്പോൾ വൈദ്യൻ രോഗിയെ ചികിത്സിക്കുന്നതിന് മുൻപ്, മരുന്ന് കുറിക്കുന്നതിന് മുൻപ് രോഗകാരണം എന്താണെന്ന് അന്വേഷിക്കാറുണ്ട്. കാരണം കണ്ടെത്തി ആ രോഗാണുവിനെ കണ്ട് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ആ രോഗിക്ക് പൂർണ്ണമായൊരു വിടുതൽ നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് വൈദ്യന്മാർ ചികിത്സിക്കുന്നത്. ഇവിടെ ഇതാ നമ്മുടെ നല്ല വൈദ്യനായ കർത്താവ് നമുക്കേവർക്കും സൗഖ്യമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, വിടുതലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കർത്താവ് നമുക്കൊരു വചനം നൽകി തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയുവിൻ. നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവിൻ. ദൈവം പറയുകയാണ്, രോഗശാന്തി ലഭിക്കും. രോഗശാന്തി ഉണ്ട്. എന്നാൽ ആ രോഗശാന്തി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവിൻ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ചില രോഗങ്ങളുടെ പുറകിൽ പാപമാണ് കാരണം. പാപം കണ്ടെത്തണം. ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്, ദൈവമേ, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി അടിയനെ കാക്കണമേ, സ്വമേധ പാപങ്ങളെ അകറ്റണമേ. പ്രിയപ്പെട്ടവരെ, പാപം നിമിത്തം രോഗം വരാം. 38 വർഷമായി ബെഥസ്ദാ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനെ തേടി യേശു വരികയാണ്. ദൂതനിറങ്ങി കുളം കലക്കുന്നുണ്ട്, പലരും വിടുവിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ആ മനുഷ്യനെ തേടി യേശു വരികയാണ്. അവൻ പ്രതീക്ഷയിലാണ്. ഒരു വിടുതൽ മുൻപിൽ കാണുന്നുണ്ട്. മടുത്തു പോകാതെ ക്ഷമയോടെ ആ കുളക്കരയിൽ തന്നെയുണ്ട്. യേശുവാണ് വന്നത്, ദൂതനല്ല. യേശു പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടോ? ഇപ്പോഴും വിശ്വാസമുണ്ടോ? ഇപ്പോഴും സൗഖ്യമാകാൻ മനസ്സുണ്ടോ? മടുത്തുപോയോ? ക്ഷീണിച്ചു പോയോ? ഇപ്പോഴും വിശ്വാസമുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ സഹായിക്കാൻ ആരുമില്ല. എനിക്ക് തന്നെ അത് കഴിയുന്നില്ല. നിന്നെക്കൊണ്ടത് കഴിയില്ലെന്ന് ദൈവത്തിനറിയാം. നിന്നെക്കൊണ്ട് കഴിയാതെ നീ അലയുന്നത് ദൈവം കാണുന്നുണ്ട്. അവൻ അടുത്തു വരും. അവൻ അടുത്തു വരും. പ്രിയപ്പെട്ടവരെ, യേശു അവനെ എഴുന്നേൽപ്പിച്ചു. 38 വർഷമായി രോഗം ബാധിച്ച മനുഷ്യനെ യേശു എഴുന്നേൽപ്പിക്കുകയാണ്. വലിയ സന്തോഷം. കിടക്ക എടുത്ത് നടക്കുകയാണ്. വലിയ ആനന്ദം, വലിയ സന്തോഷം. അടുത്ത ദിവസം യേശു അവനെ ആലയത്തിൽ വെച്ച് കണ്ടു. അവനോട് പറഞ്ഞു, നിനക്ക് സൗഖ്യമായല്ലോ. നോക്കൂ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത്. യേശു അവനോട് പറഞ്ഞു, അധികം തിന്മയായത് ഇനി സംഭവിക്കാൻ പാടില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നീയല്ലേ അനുഭവിച്ചത്? എത്ര വർഷങ്ങളായി നീ കിടക്കുന്നു. നിനക്കൊരു വിടുതൽ കിട്ടിയില്ലേ? ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. എന്നാൽ ഇനി അധികം തിന്മയായത് ഭവിക്കരുത്. അതുകൊണ്ട് ഇനി പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, രോഗത്തിന് പ്രധാന കാരണം പാപമാണ്. പാപങ്ങളെ ഏറ്റുപറയണം. നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. ഇതിലും വലിയൊരു ചതി ഇനി സംഭവിക്കാനില്ല. എന്നാൽ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞാൽ
ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടില്ലേ? ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നോട് കരുണ തോന്നണമേ എന്നുള്ള നിലവിളി സ്വർഗം അംഗീകരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ രക്തം നിങ്ങളെ കഴുകും. നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകും. രോഗബന്ധനങ്ങളെ ദൈവം അഴിക്കും. പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.